മലപ്പുറത്തെ 85,80,800 രൂപയുടെ കുഴൽപ്പണം പിടികൂടി മലപ്പുറം പോലീസ്. സംഭവത്തിൽ 2 പേരെ പിടികൂടി. 2 വ്യത്യസ്ത ഭാഗങ്ങളിൽ നടന്ന വാഹന പരിശോധനയിലാണ് 2 പേരും പിടിയിലായത്. ജില്ലാ പോലീസ് എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. പാണക്കാട് ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് 75,50,000 രൂപ പിടിച്ചെടുത്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പഴമുള്ളൂർ സ്വദേശി അബ്ദുള്ളയാണ് പിടിയിലായത്. ഓട്ടോറിക്ഷയിലാണ് ഇയാൾ പണം കടത്താൻ ശ്രമിച്ചിരുന്നത്. കൂട്ടിലങ്ങാടി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 10,75,800 രൂപയും പിടിച്ചെടുത്തു. വള്ളുവമ്പ്രം സ്വദേശി ബഷീർ സ്കൂട്ടറിൽ കടത്താൻ ശ്രമിക്കുകയായിരുന്നു പണം. ഇരുവരെയും അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് മൊഴി രേഖപ്പെടുത്തി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധന നടത്തിയിരുന്നത്. അനധികൃത പണം കടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുഴൽപ്പണം കടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം നമ്മൾ സ്പെഷ്യൽ റെയ്ഡ് നടത്തി വരാറുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ ഇന്നും എൻ്റെ സ്പെഷ്യൽ സ്ക്വാഡ് വിവിധ സ്ഥലങ്ങളിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് റെയ്ഡ് നടത്തുന്നുണ്ടായിരുന്നു. സ്പെഷ്യൽ ടീമിന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഒരു 8:20 മണിക്ക് പാണക്കാട് അങ്ങാടിയുടെ ഭാഗത്ത് വെച്ചിട്ട് അബ്ദുള്ള പറഞ്ഞുള്ള ഒരാൾ, അയാൾ വെഹിക്കിൾ ചെക്കിൻ്റെ ഇടയിൽ 75,50,000 രൂപ കടത്തിക്കൊണ്ടുവരുന്നതായി കാണപ്പെട്ട് അയാളെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. പണവും നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വേറെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന വെഹിക്കിൾ ചെക്കിങ് നടത്തി കൂട്ടിലങ്ങാടി ഭാഗത്ത് വെച്ചിട്ട് ഒരു ആക്റ്റീവ സ്കൂട്ടർ ഉള്ള ബഷീർ എന്നയാളെ തടഞ്ഞ് പരിശോധിച്ച സമയത്ത് അയാൾ 10,75,800 രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 85,80,800 രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. ആളെയും കസ്റ്റഡി എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് വരികയാണ്. കൂടുതൽ ഇൻഫർമേഷൻ വല്ലതും കിട്ടുമെന്ന് പരിശോധിച്ച് വരികയാണ്. അതേസമയം ഇതുവരെ 35 ഹവാല കേസുകളാണ് മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 5,80,00,000 പരം രൂപ ഈ വർഷം മാത്രം പിടിച്ചെടുത്തു. ഇതുവരെ 13,749 കിലോഗ്രാം സ്വർണവും അന്വേഷണ സംഘം പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും. മലബാർ ടൈംസ്, മലപ്പുറം.